എനിക്ക് മനസ്സിലാവാത്തത്. അപ്പം 3 ഇതിലുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പം നാളെ ചിലപ്പോൾ ഞാനത് വീണ്ടും മൂഡ് ഓഫ് ആവും. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് വീഡിയോ എടുത്തത്. അങ്ങനെ തന്നെ പരീക്ഷണം തന്നെ നടത്തണമല്ലോ, നമുക്ക് വേറെ വഴിയില്ലല്ലോ. കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ? ചിലപ്പോൾ ചെയ്യെങ്കിൽ വേണ്ട, ഇതൊക്കെ ടൈം വേസ്റ്റാണ്. നമ്മൾ ഇപ്പോഴേക്കല്ലേ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ വൈകിപ്പോയി സത്യം പറയുകയാണെങ്കിൽ. പിന്നെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ പൊങ്കലിന് ശേഷം ലോങ് വീഡിയോസ് എന്തുകൊണ്ട് ഇടാൻ നിർത്തിയതെന്ന് വെച്ചാൽ ഞാൻ എന്താ പറയുക, കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഡിസ്റ്റർബ് എന്ന് പറഞ്ഞാൽ ഇവരുടെ എക്സാം, റിവിഷൻ എക്സാമും കാര്യങ്ങളും. റിവിഷൻ എക്സാം കഴിഞ്ഞ് പബ്ലിക് എക്സാം തുടങ്ങി ഒരാൾക്ക് അടുത്ത മാസം തുടങ്ങും. അപ്പോൾ അതിനോടുള്ള ടെൻഷനും കാര്യങ്ങളും എന്തൊക്കെയോ ഒരു സുഖലയമായിരുന്നു. ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. ഇപ്പോഴാണ് കുറച്ച് എനർജി വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഇപ്പം നാളെ ചിലപ്പോൾ ഞാനത് വീണ്ടും മൂഡ് ഓഫ് ആവട്ടെ, അതൊരു കാര്യം. അപ്പം അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് എനിക്ക് പറയാനായിട്ട്. ഇപ്പം ഞാനും ജോലിയായിട്ടാണ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നല്ലോ. അപ്പം എന്താ പറയുക, ഞങ്ങൾക്ക് ഒരു നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു അത്. ഞങ്ങൾ തമ്മിൽ എന്താ പറയുക, കുറേ ഞങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റും. മറ്റു സമയത്തൊക്കെ അവൾ പഠിക്കുകയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്തായിരിക്കും അവൾ കുറച്ച് എൻ്റെ അടുത്ത് നന്നായിട്ട് സംസാരിക്കാം. അപ്പം പിന്നെ സ്കൂളിൽ പോകും അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് ഒരു നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് വീഡിയോ എടുക്കേണ്ടായിരുന്നത്. പിന്നെ എനിക്കിപ്പം ഇത് വന്നിട്ട് എങ്ങനെ ഇത് വീഡിയോസ് എല്ലാം മലയാളത്തിലിടണോ അല്ലെങ്കിൽ തമിഴിലിടണോ? പിന്നെ എനിക്ക് മലയാളത്തിൽ സംസാരിക്കാനാണ് താല്പര്യം ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ. പിന്നെ അവൾക്ക് അഞ്ചോലയ്ക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ തമിഴാണ് ഇത്. മലയാളം അറിയാൻ സംസാരിക്കാം, പക്ഷെ അവൾക്ക് എന്താ പറയുക, മലയാളത്തിൽ ഫ്ലുവൻ്റായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് സംസാരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അവളുടെ ഫ്രണ്ട്സൊക്കെ കാണുമ്പോൾ എന്ത് വിചാരിക്കും എന്നൊക്കെയുള്ള ഇതുകൊണ്ടായിരിക്കാം അവൾക്കിപ്പം തമിഴ് സംസാരിക്കാനായിട്ട് ആണ് അവൾക്ക് താല്പര്യം എന്നാണ് പറയുന്നത്. അപ്പം എനിക്ക് പക്ഷേ മലയാളത്തിലോടാണ് താല്പര്യം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഈ വീഡിയോ ഒക്കെ ഏത് സമയത്തിട്ടാൽ വ്യൂസ് അധികം കിട്ടും, പിന്നെ എങ്ങനത്തെ വീഡിയോസൊക്കെ ഇട്ടാലാണ് വ്യൂസ് കിട്ടുക, അങ്ങനെയുള്ള പല പരീക്ഷണങ്ങളും ഞാനിവിടെ ഇത്രയും നാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങനെ തന്നെ പരീക്ഷണം തന്നെ നടത്തണമല്ലോ, നമുക്ക് വേറെ വഴിയില്ലല്ലോ. അപ്പം അങ്ങനെ ഇപ്പോൾ പല പരീക്ഷണങ്ങളാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഷോർട്ട്സ് ഏത് സമയത്തിട്ടാൽ കുറച്ചധികം വ്യൂ വരും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ലോങ് വീഡിയോക്ക് പിന്നെ അധികം വ്യൂസ് നമ്മളിപ്പോൾ വാട്സപ്പ് ഷെയർ ചെയ്യുമ്പോൾ അങ്ങനെ ആരെങ്കിലും കാണുന്നു അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ വലിയ വ്യൂസും കാര്യങ്ങളൊന്നും അതിനില്ല, ലോങ് വീഡിയോസിനില്ല. അപ്പം അങ്ങനെ. അപ്പം ഇത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ? ചിലപ്പോൾ ചെയ്യെങ്കിൽ വേണ്ട, ഇതൊക്കെ ടൈം വേസ്റ്റാണ്. ഞാൻ തന്നെ ടി വി കാണുന്ന സമയം എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ടി വി കാണലൊക്കെ ഇപ്പോൾ ഇല്ല, അങ്ങനെ ഇല്ല. അപ്പോൾ കാരണം പിന്നെ അവർക്ക് എക്സാം കാരണം ടി വി വയ്ക്കലൊന്നും ഇല്ല. അപ്പോൾ എന്തിനും ഞാൻ എൻ്റെ വെറുതെ സമയം കളഞ്ഞ് ഞാനത് ടി വി ഒക്കെ ഞാൻ കണ്ടിരുന്നൂടെ എനിക്ക്. അപ്പോൾ അതങ്ങനെ തോന്നും. പക്ഷേ എനിക്ക് വീഡിയോസ് ഇടാനും ഇൻട്രസ്റ്റ് ഉണ്ട്, താല്പര്യമുണ്ട്. എടുക്കാനും എഡിറ്റ് ചെയ്യാനും അതൊക്കെ ചെയ്യാനൊക്കെ ഇഷ്ടമുണ്ട്. പക്ഷേ ഈ പ്രായത്തിൽ ഇപ്പോഴേക്കല്ലേ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ വൈകിപ്പോയി സത്യം പറയുകയാണെങ്കിൽ. പക്ഷേ ഇതിലും ആദ്യം സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു. പക്ഷെ അപ്പോൾ അങ്ങനെ ഉണ്ട്, ഇഷ്ടമുണ്ട്. പിന്നെ അജോലയ്ക്ക് ചിലപ്പോഴേക്കും മൂടുണ്ടാവുള്ളൂ. എനിക്കങ്ങനെ തന്നെ, എനിക്ക് ഭയങ്കര മടിയാണ്. നമ്മുടെ ആ കൊറോണ ലോക്ക്ഡൗൺ അതിനൊക്കെ ശേഷം വന്നിട്ട് എനിക്ക് ഭയങ്കര മടിയായി. വീട്ടിലൊരു കാര്യം ശരിക്കും ചെയ്യണില്ല ഒന്നും. അപ്പോൾ ഈ യൂട്യൂബ് വീഡിയോസൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ കുറച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കും. അല്ലെങ്കിൽ പിന്നെ എൻ്റെ കാര്യങ്ങളോ എൻ്റെ തന്നെ കെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് നോക്കും. എന്നൊക്കെയാണ് എൻ്റെ ഒരു ഇതായിരുന്നത്. പക്ഷെ അതും ഒന്നും നടക്കണില്ല. വീഡിയോസ് ഇടാൻ തുടങ്ങിയപ്പോൾ വീണ്ടും അതിന് കൂടുതൽ സമയം ചിലവാക്കുന്നതല്ലാണ്ട് മറ്റുള്ള ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഞാൻ സമയം എടുക്കുന്നില്ല. ഈ എഡിറ്റ് ചെയ്യൽ ബേസിക്കായിട്ടുള്ള എഡിറ്റിംഗ് ആണ്, അതിന് തന്നെ എനിക്ക് കുറേ സമയമാകുന്നുണ്ട്. പിന്നെ അത് അപ്ലോഡ് ചെയ്യുക, അങ്ങനെ ചെയ്യുക. പിന്നെ അത് മാത്രം ഞാനിപ്പം ഫസ്റ്റ് യൂട്യൂബിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ ഇപ്പം ചോദിച്ചാൽ ഇൻസ്റ്റാഗ്രാം എല്ലാം ഒരുമിച്ച് ഇടാമല്ലോ. അപ്പോൾ എല്ലാ വീഡിയോസും അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇടാമല്ലോ, സെയിം ഇതാണല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ എന്താണെന്നറിയോ, അതിനും കുറേ സമയം അതിന് പോകുന്നുണ്ട്. ഓരോരോ ആപ്പ് എടുത്ത് അതിൽ പണി ഇതിൽ ചെയ്ത് എന്നൊക്കെ പറയുമ്പോൾ അതിലും കുറേ സമയം പോകുന്നുണ്ട് 3 ഇതിൽ ചെയ്യുമ്പോഴേ. അപ്പം ഇൻസ്റ്റ ഇപ്പം ഞാൻ തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കുകയാണ്. ഇപ്പം ഞാൻ കുറച്ചധികം ഫോക്കസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഫേസ്ബുക്കിലാണ്. അപ്പം അതിൽ കുറച്ച് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചുമ്മാ അതിലാണ് കുറച്ച് കമൻസൊക്കെ വരുമ്പോഴേ നമുക്ക് കുറച്ച് ഇതാണ് ഇൻട്രസ്റ്റ് ഉണ്ട് ഇപ്പോൾ ഫേസ്ബുക്കിലിടാനായിട്ട്. അപ്പം ഇപ്പോൾ വീഡിയോസ് ഇടുന്നപ്പം നിർബന്ധമൊന്നുമില്ല സത്യം പറയുകയാണെങ്കിൽ. പക്ഷേ അതെനിക്ക് എന്താ പറയുക, ഇപ്പോൾ അതിനോട് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. വീഡിയോസ് എടുക്കാനും പിടിക്കാനും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം പിന്നെ ഇതൊക്കെ നമുക്കൊരു മെമ്മറി ആണല്ലോ. ഇതൊക്കെ ആപ്പിൽ അവിടെ കിടന്നോളൂല്ലോ, നമുക്കത് എപ്പോൾ വേണമെങ്കിലും എടുത്ത് നോക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഭയങ്കര കൊതുവാണ്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ എല്ലാവരോടും എന്താ പറയുകയുള്ളതെന്ന് വെച്ചാൽ മാക്സിമം കാണുന്ന ആൾക്കാരൊക്കെ എന്താ പറയുക, ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തൊക്കെയാ, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാം സെയിം എൻ്റെ ഈ ഐഡിയ ഒക്കെ ഉണ്ട്. അപ്പം 3 ഇതിലുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പം നിർത്തിയിരിക്കുകയാണ്, ഞാൻ തൽക്കാലം ഇടുന്നില്ല, ഇനി ഇടണം. അപ്പോൾ അങ്ങനെ വിചാരിച്ചിരിക്കുന്നു. അപ്പം പിന്നെ കുറേ ഫോട്ടോസ് ഉണ്ട്, കുറേ വീഡിയോസ് ഉണ്ട്. ഇതൊക്കെ ഞാൻ എവിടെ കൊണ്ട് ഇടുമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അതിനും സമയം വേണ്ട എനിക്ക്. അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ. അപ്പം കൊതുകടിയാറ് നിൽക്കാൻ പറ്റില്ല. ശരി, അപ്പം ഞാൻ ഇപ്പോൾ തുണി തോരയിടാൻ വന്നതാണ്. അപ്പം ഇങ്ങനെയാണ് എൻ്റെ പരിപാടി. രാത്രികളൊക്കെയാണ് മിക്കവാറും എന്തായാലും ഉറങ്ങാൻ ലേറ്റാവും. പെട്ടെന്ന് ഉറങ്ങാമെന്ന് വെച്ചാൽ ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം
അങ്ങനത്തെ പരിപാടികൾ എപ്പോഴാണ് ചെയ്യണേ. ശരി, അപ്പം അങ്ങനെ എല്ലാവരും എക്സാമിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ നല്ലോണം പഠിക്കുക, നല്ലോണം എക്സാം എഴുതുക. ശരി, അപ്പം ഗുഡ് നൈറ്റ്.